ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു മാസത്തിന് കൂടുതലായി നമ്മൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഇപ്പോൾ ചാനലിൽ കൊടുത്തിട്ടില്ല. കാരണം ആക്സിഡൻറ്റിന് ശേഷം എനിക്ക് അങ്ങനെ എല്ലാവരുടെയും പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കാനുള്ള ഒരു ടൈമോ അല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഫിസിക്കൽ ഫിറ്റ്നസ്സോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളത് ചാനലിൽ കൊടുക്കാതിരുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു യാത്രയും കൂടി കഴിഞ്ഞിട്ട് വന്ന് കൊടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അത് ഇത്ര ലേറ്റ് ആയത്. എങ്കിൽ പോലും ഒരുപാട് പേര് പഴയ വീഡിയോസിൽ നിന്നുള്ള നമ്പറൊക്കെ കണ്ടുപിടിച്ച് കോൺടാക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇനിയാണെന്നുണ്ടെങ്കിലും പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നവർ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. ആ ഒരു സർവീസ് മാത്രമേ നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ. അതെടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും പല സർവീസസും ആൾക്കാർ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്പാം മെസ്സേജസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള മെസ്സേജസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കയറി വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് മെസ്സേജ് വരുമ്പോൾ ചിലപ്പോൾ ജെനുവിനായിട്ട് പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടി എൻക്വയറി ചെയ്യുന്നവരുടെ മെസ്സേജസ് അതിനകത്ത് മുങ്ങിപ്പോവാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കോൾസ് ചെയ്യേണ്ട, വാട്സാപ്പിനകത്ത് മെസ്സേജ് അയച്ചാൽ മതി. കോൾസ് നമുക്ക് എല്ലാവരുടെയും അടുത്ത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് അത്രയും പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് വരാം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, ഈ ഒരു വ്യക്തിയെക്കുറിച്ച് യൂണിവേഴ്സിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളുടെ ഒരു സ്ട്രോങ് എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു സ്പ്രെഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയായിട്ട് ഇപ്പോൾ നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും, ചിലർ സെപ്പറേഷനിലായിരിക്കാം, ചിലരാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടാവണമെന്നില്ല ഈ ഒരു സമയത്ത്. ചിലർ കട്ട് ഓഫായി പോയി, ഇനി ഒരു റിലേഷൻഷിപ്പ് തിരിച്ച് വരില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെയുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പോരായ്മകൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തേക്കാം. ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്നാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിലും, പല പല പോരായ്മകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇത് പറിച്ചെറിഞ്ഞ് കളഞ്ഞ് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾ ഇതിനകത്ത് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഈ പറഞ്ഞ സെയിം കാര്യം നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അവരും ഇതേപോലെയുള്ളൊരവസ്ഥയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ഈ റിലേഷൻഷിപ്പ് ഒഴിവാക്കാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനിയും ഫാമിലി ആയിട്ട് പോകേണ്ടുന്ന വ്യക്തികളാണ്. ഏത് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി എൻഡപ്പ് ആയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ചില പർപ്പസ് ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ബാക്കി കിടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളിവിടെ ആ ഒരു റൊമാൻസ് ഏഞ്ചൽസ് മെസ്സേജസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് സൂചിപ്പിക്കുന്ന എനർജി തന്നെയാണ് കാണാനായിട്ട് കഴിയുന്നത്. യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് ഇതിനു മുൻപേ അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം, എവിടെയോ കണ്ട പോലെ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണോ ഞാൻ ആഗ്രഹിച്ചിരുന്നത്, അതുപോലെയുള്ളൊരു വ്യക്തി തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വന്നിട്ടുണ്ടാവാം. ആ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഡ്രീമിലെങ്കിലും കണ്ടതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ളൊരു സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിൽ കടന്നു വന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം, ഇനി എൻ്റെ ലൈഫിൽ മറ്റൊരു വ്യക്തി വേണ്ട, എന്താണെന്നുണ്ടെങ്കിലും ഇതാണ് എൻ്റെ പാർട്ട്ണർ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കാനായിട്ട് ഈ ഒരു വ്യക്തി മതി എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതുപോലെയൊക്കെയുള്ളൊരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ ആ ഒരു ഫയർ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും ആ ഒരു ഫയർ തന്നെ ആയിരിക്കാം. ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ ആ ഒരു റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ആയി പോകാതിരിക്കാനുള്ള ഒരു റീസൺ, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മനസ്സിനകത്തെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് വേണം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വേണം എന്നുള്ളൊരു ചിന്താഗതി ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫയർ തന്നെ ആയിരിക്കണം. ഇനി അതുപോലെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഫോർഗിവിങ് ആൻഡ് ലേണിംഗ് ആണ്. ആസ് യു റിലീസ് ആൻഡ് ഹീൽ ദ പാസ്റ്റ് യു എക്സ്പീരിയൻസ് മോർ ലവ് ഇൻ യുവർ പ്രസൻറ്റ് മൊമെൻറ്റ്സ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനിയും പല കാര്യങ്ങളും ഹീൽ ആവാനായിട്ട് ബാക്കിയുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം.
അതായത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ട്രസ്റ്റ് ഇഷ്യൂസോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ചീറ്റ് ചെയ്തു എന്നുള്ള തോന്നലോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായേക്കാം. അതായത് എത്ര സ്നേഹമുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ചില വസ്തുതകൾ നമ്മുടെ മനസ്സിനകത്ത് കിടക്കും, ചില കാര്യങ്ങൾ നമ്മളെ നോവിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ തന്നെ സ്വയം മനസ്സിനകത്ത് ചിന്തിച്ച് ചിന്തിച്ച് അത് നമുക്ക് തന്നെ ഒരു സ്ട്രെസ് കൊടുക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ വീണ്ടും നിങ്ങളുടെ മെമ്മറിയിൽ കൊണ്ടുവന്നിട്ട് ഒന്നും കൂടി വേദനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. അപ്പം അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഹീൽ ചെയ്യാൻ, അതായത് ഒരു കാര്യം ഹീൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൽ നിന്ന് നമ്മളത് വിട്ട് കളയുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പെയിൻ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സ്ട്രെസ്സൊക്കെ തരുന്നുണ്ടെങ്കിൽ അത് നമ്മളായിട്ട് തന്നെ ഉപേക്ഷിച്ചത് വളരെ കൂളായിട്ട് കാണാം, അല്ലെങ്കിൽ ആ ഒരു ആംഗിളിൽ കാര്യങ്ങൾ എടുക്കാനുള്ള ഒരു സമചിത്വം നമ്മൾക്ക് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമ്മളുടെ മനസ്സിൽ നിന്ന് തന്നെ അത് ആ ഒരു തെറ്റ് പുറത്തു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തെറ്റ്, അവരുടെ തെറ്റ് നമ്മളുടെ മനസ്സിനകത്ത് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കത് പുറത്തു കൊടുക്കാൻ സാധിക്കുന്നില്ല, നമ്മൾ തന്നെ അത് കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സമാധാനവും ആ പറഞ്ഞ കാര്യം കളയുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു കാർഡ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നതും ഈ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. നിങ്ങളുടെ പാസ്റ്റിൽ എന്തുണ്ടായിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾ ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ചില വ്യക്തികളൊക്കെ പറയുന്ന കാര്യമാണ്, എനിക്ക് എന്താണെന്നുണ്ടെങ്കിലും അവർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മരണം വരെ ഞാനത് മറക്കില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സണെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിലും എങ്ങനെയുള്ളതാണ് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥയെങ്കിലും, ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇവരെ വിട്ടുകളയാൻ കഴിയില്ല, നിങ്ങളുടെ മനസ്സുകൊണ്ട് വേണ്ടാന്ന് വെക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. എങ്കിലും ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും ഹീലായി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ഒരുപാട് ഗുണം ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളുടെ ഒരു സ്പ്രെഡ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന കൊടുക്കൽ വാങ്ങലുകൾ അല്ലെങ്കിൽ ഇതിനകത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ കൈമാറി വന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഒരു പക്ഷേ ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന പല ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളായിട്ട് ചെയ്ത കാര്യമായിരിക്കാം. ആ ഒരു പേഴ്സൺ അന്ന് നിങ്ങളായിരിക്കാം കൂടുതൽ വേദനിപ്പിച്ചിട്ടുണ്ടാകുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻ അവർക്ക് കൊടുത്തിട്ടുള്ളത് നിങ്ങളായിരിക്കാം. അത് ഈ ഒരു ടൈം വന്നപ്പോൾ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ തന്നെ ആ ഒരു പക അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ദേഷ്യമൊക്കെ മനസ്സിനകത്ത് വെച്ച് പുലർത്തുമ്പോൾ ഇത് ഒരിക്കലും എൻ്റെ ആവാതെ ഇങ്ങനെ ഈ ഒരു സൈക്കിൾ പോയിക്കൊണ്ടേയിരിക്കും. ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കുമെങ്കിലും ഇതിനകത്ത് പലപ്പോഴും സ്വസ്ഥതകേടുകളോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെയാണ് ഇൻസിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡിനെ റിലാക്സ് ആക്കുക, ആ ഒരു ഹീൽ ചെയ്യാനായിട്ട് നമ്മൾ തന്നെ നമ്മളെ സഹായിക്കുക. ഫോർ നമ്മളുടെ ഒരു ബെറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണത് ചെയ്യുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇനി ഇവിടെ വന്നിരിക്കുന്ന ഫൈനൽ കാർഡ് എന്ന് പറയുന്നത് ലവ് യുവർ സെൽഫ് ഫസ്റ്റ് എന്നുള്ള ഒരു എനർജിയാണ്. യുവർ സെൽഫ് റെസ്പെക്റ്റ് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ സെൽഫ് ലവ് ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് സ്റ്റക്കായിട്ട് നിന്ന് പേഴ്സണോട് ബെഗ് ചെയ്യാനൊക്കെ പുറകെ പോയിട്ടുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നമ്മളുടേതായിട്ടുള്ള വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ എന്തെങ്കിലും ഒരു വാല്യൂ അവർ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളൊരു നല്ല പാർട്ട്ണറാണ് എന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ടായിരിക്കുമല്ലോ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ഡീപ്പായിട്ട് പോയിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു വാല്യൂ കളയാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സെൽഫ് വാല്യൂ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് ഇരിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. യൂണിവേഴ്സ് നമുക്ക് തന്നിരിക്കുന്ന ക്വാളിറ്റീസ് ഒരിക്കലും മറ്റൊരാളുടെ മുന്നിൽ നമ്മൾ അടിയറ വയ്ക്കാനുള്ളതല്ല. നമ്മൾ നമ്മളെ സ്നേഹിക്കുക അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളുടെ ലൈഫിൽ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിലുള്ളവർക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ കറൻലി നിങ്ങളുടെ വ്യക്തിയുടെ ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ മാനസികമായിട്ട് വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇവിടെ ഈ ഒരു പേഴ്സൺ സ്റ്റക്കാണ്. ചില കാര്യങ്ങളിൽ അവർക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്കിടയിലുള്ള പ്രോബ്ലം അത് തന്നെയായിരിക്കാം. ഈ ഒരു പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കുന്നില്ല, അല്ലെങ്കിൽ പല കാര്യങ്ങളും പെൻഡിങ്ങിൽ വെക്കുന്നൊരവസ്ഥയായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രിഫറൻസ് തന്നൊരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് നൽകാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു വ്യക്തിയെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ മറ്റു പല ആവശ്യക്കാരും ഉണ്ടായേക്കാം. ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടാവാം. അത്തരത്തിലുള്ളൊരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരിക്കലും മാനസികമായിട്ട് പോലും പൂർണ്ണമായി ഒഴിവാക്കി പോകാൻ കഴിയാത്ത ഒരു ബന്ധമാണ്.
അല്ലാന്നുണ്ടെങ്കിൽ ഇത് വേണ്ടത് എൻ്റെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് ചിന്തിക്കാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ഡിസിഷൻ എടുത്ത് മുന്നിലേക്ക് വരാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയും ചില കാര്യങ്ങൾ അവരെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട്, സ്റ്റക്ക് സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചിലർക്കെങ്കിലും ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ട് മറ്റാരെങ്കിലും ഇതിനകത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റാർക്കെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും മുന്നോട്ട് പോകരുത് എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾ ഇതിനകത്ത് ഉണ്ടാവാം. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ഒരു ഫാമിലി ആയിരിക്കാം ഇതിനെതിരെ നിൽക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത് സാധിക്കുന്നത് അവർക്ക് പ്രോബ്ലമാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് മുന്നിലേക്ക് വരാതെ മാറി നിന്നിട്ടുണ്ടാവുന്നത് ചിലപ്പോൾ ഇതുപോലെയുള്ളൊരു കാര്യം കൊണ്ടായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും അവർക്ക് വേദനിപ്പിക്കേണ്ടതായിട്ട് വന്നേക്കാം, അല്ലെങ്കിൽ മറ്റ് ചില ബന്ധങ്ങൾ മുറിച്ചു മാറ്റേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. അവരുടെ ഇപ്പോഴത്തെ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ എന്ത് ചെയ്യണമെന്ന് അറിയാനും കഴിയാത്ത ഒരവസ്ഥയിലായിരിക്കാം. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇത് സീക്രറ്റായിട്ട് കൊണ്ടുപോയിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് മറ്റാർക്കും അറിയണമെന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ സീക്രറ്റായിട്ട് കൊണ്ടുവരുന്ന റിലേഷൻഷിപ്പ് മറ്റാരെങ്കിലും അറിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു പേഴ്സണ് അവരുടെ ലൈഫിൽ, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കാണുന്നത് നിങ്ങളെ തന്നെയാണ്. ഇതിനെ റീപ്ലേസ് ചെയ്ത് മറ്റാരെങ്കിലും ആ ഒരു പ്ലേസിൽ വെക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അതാണ് അവരുടെയും ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഇപ്പോൾ അവർക്ക് ഒന്നിൽ കൂടുതൽ ചിലപ്പോൾ ചോയ്സ് ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും അതൊന്നും നിങ്ങൾക്ക് പകരമായിട്ട് കൊണ്ടു നടന്നാൽ പോലും, അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് അവരത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പോലും അവർക്ക് സമാധാനമായിട്ട് അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. ആ ഒരു മിസ്സിങ് ഫീൽ ഈ ഒരു പേഴ്സണ് ശരിക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ മാനസികമായിട്ടും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ അവർ വളരെ പെയിൻഫുള്ളായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് മത്സരങ്ങൾ ചിലപ്പോൾ നടക്കുന്നുണ്ടാവാം. അതായത് മത്സരബുദ്ധിയോടുകൂടി ആരെങ്കിലും നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്നുണ്ടാവാം. നമ്മൾ ചില കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നടക്കും, അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ആളുകളുടെ ഇടയിൽ പെട്ടുപോയൊരവസ്ഥയായിരിക്കും. ഒരു വശത്ത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു വശത്ത് ഈ ഒരു പേഴ്സണെ സ്റ്റക്ക് ആക്കുന്ന ആ ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ അതിനകത്തുള്ള വ്യക്തികളോ ആയിരിക്കും. അതായത് ഒരു പിടിവലിക്ക് അകത്ത് ഈ ഒരു പേഴ്സൺ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാട് ഈ ഒരു വ്യക്തി എടുക്കുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും അപ്പുറത്ത് അവർക്ക് ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടായേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റാരോടെങ്കിലും ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വേറെ പല കാര്യങ്ങളും ചിലപ്പോൾ അവർ നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ ചില കേസിൽ നമ്മൾ കാണാറുണ്ട്, ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ വരിക, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടു പേർക്കിടയിൽ പെട്ടുപോകുക, അല്ലെങ്കിൽ ഒരുപാട് സിറ്റുവേഷനകത്തായി പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പാർട്ട്ണറെ പൂർണ്ണമായിട്ടും കളഞ്ഞ് പുതിയ വഴി എന്താണോ അത് തേടി പോകുന്ന എനർജീസ് നമ്മൾ ചില റീഡിങ്ങിനകത്ത് കാണാറുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല. കാരണം അതുപോലെയുള്ളൊരു വഴിയാണ് ഈ ഒരു പേഴ്സൺ സ്വീകരിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ഇവരിപ്പോൾ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ പോകേണ്ടെന്ന ഒരു ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഒരു പേഴ്സണ് വരുന്നില്ല. അല്ലെങ്കിൽ ഇതോർത്ത് കൂടുതലായിട്ട് അവർ ദുഃഖിക്കേണ്ടെന്നൊരു കാര്യമില്ല. അവരവരുടെ ആ ഒരു വഴിയിലേക്കാണ് പോകുന്നതെങ്കിൽ ആ ഒരു പാതയിലൂടെ അവർക്ക് പോയാലും മതി. പക്ഷെ ഇവിടെ നിങ്ങളെ ഉപേക്ഷിക്കാനും വയ്യ. എന്നാൽ ഇപ്പോഴത്തെ പല കാര്യങ്ങൾക്കുള്ള മറുപടിയും അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കറൻലി നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയി മാറി നിന്ന് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയി അവിടെ ആർത്തുല്ലസിച്ച് നടക്കുന്ന ഒരു വ്യക്തിയൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പ്രെഡ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷനിൽ വേദനിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്ത് ചെയ്യാൻ കഴിയും എന്നാലോചിക്കുന്ന, നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു പേഴ്സൺ വളരെയധികം സന്തോഷത്തോടു കൂടി അത്രയും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ നിങ്ങളും കൂടി വേണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. ഇപ്പോൾ നിങ്ങൾ അത്രയും സെപ്പറേഷനിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് റീകൺസിലേഷൻ മനസ്സുകൊണ്ട് ഈ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യാൻ കഴിയുന്നവർ മാത്രം നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് സ്വീകരിക്കുക. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി കടുത്ത നിയന്ത്രണത്തിലൂടെ പോകുന്ന ഒരു അവസ്ഥയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെല്ലാം ഭയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. അല്ല നിങ്ങൾക്കൊരു ഉത്തരം തരാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ മാറി നിൽക്കുന്നതായിരിക്കാം. അവർക്ക് തന്നെ എന്ത് ചെയ്യണം എന്നറിയാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഉത്തരം തരാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അവരോട് ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ടാവാം, സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ചോദിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നിങ്ങളായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ഇതിനകത്ത് കൂടുതൽ പാനിക് ആവേണ്ടുന്ന യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സ്റ്റക്നെസ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും യൂണിവേഴ്സായിട്ട് ആ ഒരു സിറ്റുവേഷൻ മാറ്റിത്തരും എന്നുള്ളതാണ്.
കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഇനിയും പല കാര്യങ്ങളും നിങ്ങൾ ഒരുമിച്ച് സംഭവിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള പല പർപ്പസുകളും നിങ്ങളുടെ ലൈഫിൽ ഇനിയും കംപ്ലീറ്റ് ആയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ്. ചിലർക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഫാമിലിയായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഫാമിലി അല്ലാത്തവരായിരിക്കും, പക്ഷേ അതുപോലെ മാറേണ്ടുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ആ ഒരു ബന്ധം കുറച്ചും കൂടി ദൃഢമായിട്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുന്നു, അല്ലെങ്കിൽ കൈയ്യെട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ നിങ്ങളുടെ പ്രത്യേകിച്ച് ഒരു എഫേർട്ട് കൊടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയോ അങ്ങനെയുള്ള ഒരു കാര്യമൊന്നും ഇതിൻ്റെ അകത്ത് ഒട്ടും ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് കിട്ടിയ യൂണിവേഴ്സിൻ്റെ ആ ഒരു മെസ്സേജസ് പോലെ തീർച്ചയായിട്ടും ഇതിനകത്ത് നിങ്ങളായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഹീലായിട്ട് കിടക്കാതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴും പെയിൻഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിനകത്തിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹീലാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ മൈൻഡ് വളരെയധികം സ്മൂത്ത് ഗോയിങ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു സെൽഫ് വാല്യൂ കളയാതിരിക്കുക. നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക. ഈ ഒരു കാര്യത്തെ അതിൻ്റേതായിട്ടുള്ള വഴിക്ക് വിടുക. അപ്പോൾ ചില കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി പ്രകൃതിയായിട്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സായിട്ട് തന്നെ ഏറ്റെടുക്കും. അല്ലെങ്കിൽ അതിനകത്തുള്ള മാറ്റം എന്താണ്, ഇനി എന്താണ് നമ്മളിലേക്ക് വരേണ്ടതെന്ന് തീരുമാനിക്കുന്നതും തീർച്ചയായിട്ടും നമ്മളല്ല. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും കാണാം. ഇതിനകത്ത് ഇപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ മത്സര ബുദ്ധിയോടുകൂടിയൊക്കെ ആരെങ്കിലും നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊരു ഫൈറ്റിംഗ് എന്നുള്ളൊരു രീതിയിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് പല കാര്യങ്ങളും മാറിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വിക്ടറി എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് വിഷമിക്കുക, അല്ലെങ്കിൽ ആങ്സൈറ്റിയോടുകൂടി മുന്നോട്ട് പോവുക, ആ ഒരു രീതിയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അതേ സിറ്റുവേഷൻ തന്നെ ഇനി ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ മുന്നിലുണ്ടെന്നുള്ളതല്ല, തീർച്ചയായിട്ടും അതിനകത്ത് മാറ്റം സംഭവിക്കും. അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്ത് മാറാനായിട്ട് കഴിയുന്നുള്ളതാണ്. അപ്പോൾ ഓവറോളായിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്ന എനർജീസ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു സ്റ്റക്നെസ്സിലോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് ആ ഒരു പഴയ ആറ്റിറ്റ്യൂഡിൽ നിങ്ങളിലേക്ക് വരാൻ കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യം മാറി മറിയും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു വിഷമ കാലഘട്ടം തീർച്ചയായിട്ടും മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു മാറ്റം ഇതിനകത്ത് കടന്നു വരുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് സ്ട്രോങ് ആയിട്ട് കാണുന്നത്. ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ഫൈറ്റ് മോഡ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ആ ഒരു സ്റ്റക്നെസ്സും അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് കാണുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് നിന്ന് മാറിപ്പോയിക്കോളും. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും ഒരു ഡിസിഷൻ എടുത്ത് ഇതിനകത്തേക്ക് വരാനുള്ള പർപ്പസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂണിവേഴ്സായിട്ട് തന്നെ ഒരുക്കി കൊടുക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ വളരെ പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന സോഡിയക് സയൻസ് എന്ന് പറയുന്നത് ഫയർ സയൻസ് തന്നെയാണ്. ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജീസ്, അതുപോലെ തന്നെ അക്വാറിയസ്, ലീബ്ര, ജെമിനായി, കാപ്രിക്കോൺ ആൻഡ് സ്കോർപിയോ. ഇനി അതുപോലെ കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് വരുന്നത് നമ്പർ 4, നമ്പർ 6, നമ്പർ 10 ആൻഡ് നമ്പർ 20 ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. നമ്മളായിട്ട് തന്നെ ഭയങ്കര ആങ്സൈറ്റിയിലേക്കോ അല്ലെങ്കിൽ ഒരു പാനിക് സിറ്റുവേഷനിലേക്കോ പോകാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.